ഹായ് ഫ്രണ്ട്സ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. എല്ലാവരും ഈ പുതിയ വർഷം വളരെ നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ എടുക്കുന്ന ഒരു ശീലമുണ്ടോ? അത് സക്സസ് ആവാറുണ്ടോ? അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് തണുത്ത് പോവുകയാണോ? എങ്ങനെയാണ്? ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ എടുക്കുമായിരുന്നു. അങ്ങനെ ചെയ്യണം, ഇനി മുതൽ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇനി നന്നായിട്ട് പഠിക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ജീവിതം മുന്നോട്ട് പോകെ പോകെ നമ്മളും കുറേയൊക്കെ മാറുമല്ലോ. പക്ഷേ ഈ വർഷം ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് എന്നെ തന്നെ കുറേ കൂടെ സ്നേഹിക്കണം എന്നുള്ളത്, സെൽഫ് ലവ് എന്നുള്ളത്. നമ്മൾ ഒരു വർഷത്തേക്ക് ഒരു വേർഡ് ചൂസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഈ വർഷത്തെ വേർഡ് എന്നുള്ളത് സെൽഫ് ലവ് ആണ്. കാര്യം ഇപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാൻ മറന്നുപോയ ഒരാളാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പം ഞാൻ എവിടെയാണ് എനിക്ക് വേണ്ടി ജീവിച്ചതെന്നൊരു തോന്നൽ. കാര്യം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ലൈഫായിരുന്നു എൻ്റേത്. അങ്ങനെ ആ റെസ്പോൺസിബിലിറ്റീസിൽ മാത്രമായിരുന്നു എൻ്റെ കോൺസെൻട്രേഷൻ. മറ്റൊന്നും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നില്ല. എൻ്റെ റെസ്പോൺസിബിലിറ്റി മാത്രമായിരുന്നു എൻ്റെ ശ്രദ്ധ. അങ്ങനെ എൻ്റെ റെസ്പോൺസിബിലിറ്റി എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിലേക്കൊന്ന് നോക്കാനായിട്ട് വന്നപ്പോൾ ലൈഫ് ടേൺഡ് അപ്സൈഡ് ഡൗൺ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പ് ചില വീഡിയോസിൽ എൻ്റെ ഡയഗ്നോസിനെ പറ്റിയൊക്കെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക, എനിക്ക് വേണ്ടി ജീവിച്ചില്ലല്ലോ എന്നൊരു തോന്നൽ. അപ്പോൾ ഇനിയും വൈകിട്ടില്ല. എന്നെപ്പോലെ ഇപ്പോൾ സ്വന്തം കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി ജീവിക്കാൻ മറന്നു പോയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതൊരു റിമൈൻഡറായിട്ട് എടുക്കുക. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കി. ഇപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, ഫോട്ടോഗ്രാഫി ഇഷ്ടമാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ളതെന്ന് ഒന്ന് അങ്ങനെ ചിന്തിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്നിരുന്ന് ചിന്തിക്കുക. എഴുതി വെക്കണമെങ്കിൽ എഴുതി വെക്കുക. ഇപ്പോൾ നമ്മളുടെ ജീവിതം പോകുന്ന പോക്കിൽ നമ്മളുടെ പ്രിയപ്പെട്ട ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ ഒഴിവാക്കി നമ്മളുടെ ജീവിതത്തിലേക്കുള്ള കാര്യങ്ങൾ മാത്രം നോക്കി പോകുന്നുണ്ടായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആർട്ട് ഫോം പഠിക്കാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക. പാട്ടാവാം, ഡാൻസ് ആകാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാനായിരിക്കാം, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനു വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുക. ഈ വർഷം അത് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് ഈ വർഷത്തേക്കൊരു വേർഡ് ചൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേർഡായിരിക്കും? ഇപ്പം ഞാനാണെങ്കിൽ സെൽഫ് ലവ് എന്ന് പറഞ്ഞു. അതുപോലെ നിങ്ങൾക്ക് എന്ത് വേർഡാണ് ചൂസ് ചെയ്യുക? അപ്പോൾ അതങ്ങനെ ചിന്തിച്ചിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കുക. അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക. കോയിൻസൈഡിങ്ലി ഞാൻ ഈയിടെ കോയമ്പത്തൂർ പോയപ്പം ഒരു ചെറിയ ഷോപ്പിംഗ് ചെയ്തായിരുന്നു. കുറച്ച് ടീഷർട്ട്സ് വാങ്ങി. അത് ആ പർട്ടിക്കുലർ ഷോപ്പിൽ ഒരു സെയിൽ പോലെ ഉണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ഭയങ്കരമായിട്ടും തിരഞ്ഞൊന്നും എടുത്തതല്ല, ജസ്റ്റ് ഇങ്ങനെ പിക്ക് ചെയ്ത് 2-3 എടുത്തു. അപ്പം വീട്ടിൽ വന്ന് നോക്കുമ്പോഴാണ് അതിലൊരു ടീഷർട്ടിൽ സെൽഫ് ലവ് എന്നുള്ള ആ ഒരു വേർഡും അതിനെ സംബന്ധിച്ചിട്ടുള്ള ഇതുമാണുള്ളത്. അപ്പം ഞാനിങ്ങനെ ഓർക്കായിരുന്നു, ഞാൻ എടുത്ത ഒരു തീരുമാനം. ഞാൻ ഈ വർഷം തുടങ്ങുന്നതിന് മുമ്പ് ഡിസംബർ എൻഡൊക്കെ ആയപ്പോഴത്തേനും ഇങ്ങനെ ചില തീരുമാനങ്ങൾ എടുത്തായിരുന്നു. അപ്പോൾ ഞാൻ എടുത്ത തീരുമാനത്തിലേക്ക് ഒന്നും കൂടെ അതൊരു അടിവരയിടുന്ന പോലെ എനിക്ക് അങ്ങനെ തോന്നി. ഞാൻ ആ ഒരു ടീഷർട്ടിൻ്റെ ഫോട്ടോ ഇവിടെ ആഡ് ചെയ്യാം. ഇതാണത്. ഞാനിത് വാങ്ങുമ്പോൾ അത്ര ശ്രദ്ധിച്ചില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നത് കണ്ടപ്പോഴത്തേക്ക് എനിക്കത് ഒന്നും കൂടെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് ഒന്ന് ചിന്തിച്ച് തീരുമാനിക്കുക. ജീവിതം അങ്ങനെ പെട്ടെന്ന് അങ്ങ് കടന്നു പോകും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു അസുഖം വരുമോ എന്തെങ്കിലും നടന്നു കഴിഞ്ഞിട്ട് ആലോചിച്ച് വിഷമിച്ച് റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ
നമ്മൾ ജീവിതത്തിലെ റെസ്പോൺസിബിലിറ്റീസൊക്കെ ചെയ്യണം. നമ്മളുടെ ജീവിതത്തിലുള്ളവരെ സ്നേഹിക്കേണ്ട, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട എന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ അതിനോടൊപ്പം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ അത്രയും അതിലും മേലെ ആരും വേറെ ഇമ്പോർട്ടൻസ് തരില്ല. സോ നമ്മൾ തന്നെ വേണം നമ്മളെ കെയർ ചെയ്യാനായിട്ട്. പലരുണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. പക്ഷേ നമ്മൾ സെൽഫ് കെയർ ആവാം, സെൽഫ് ലവ് ആകാം. നമുക്ക് വേണ്ടി എന്ത് ചെയ്യേണ്ടത്, അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് ഇനിയും അങ്ങനെ ചിന്തിച്ചിട്ടില്ല, ഡിസൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്യുക. നിങ്ങളോട് ഏറ്റവും അടുപ്പമുള്ള ഒരു ഫ്രണ്ടോ ഒരു സിസ്റ്ററോ ഒക്കെ പറയുന്ന പോലെ ഇതെടുത്തിട്ട് ഒന്ന് ചെയ്യുക. എന്നിട്ട് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മളുടെ താല്പര്യം എന്താണെങ്കിലും അതെങ്ങനെ നടക്കും, അതിനൊരുപാട് പൈസ ചിലവുള്ള കാര്യമാണോ, അങ്ങനെയൊന്നും ഓർത്ത് നെഗറ്റീവായിട്ട് ഓർക്കണ്ട. നമ്മൾക്ക് വേണ്ടിയ കാര്യം ആദ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുക. എന്നിട്ട് പറയുമല്ലോ ഈ വിഷ്വലൈസ് ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക എന്നൊക്കെ എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ആ ഒരു ആഗ്രഹം, ആ ഒരു ഡിസയർ, ആ ഒരു ഡ്രീം റിപ്പീറ്റഡ്ലി എന്നും അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമെന്ന്. അപ്പോൾ അതുപോലെ ഇപ്പോൾ കാശ്മീർ എടുക്കുക. നമ്മൾ കാശ്മീർ കണ്ടിട്ടില്ല, അവിടെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നമ്മളതിൻ്റെ ഒരുപാട് സിനിമകളിലൊക്കെ അതിൻ്റെ വിഷ്വൽ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പല വീഡിയോസിൽ കാണാറുണ്ട്. അപ്പോൾ നമ്മളവിടെ പോകുന്നതായിട്ട് നമ്മൾ തന്നെ വിചാരിക്കുക, നമ്മളത് ഫീൽ ചെയ്യുക, അത് റിപ്പീറ്റഡ്ലി എന്നും അതേക്കുറിച്ച് ഓർക്കുക. അപ്പം ശരിക്കും പറഞ്ഞാൽ അതിനുള്ള സാഹചര്യം നമ്മളിലേക്ക് താനേ എത്തും. പിന്നെ നമ്മളായിട്ട് എടുക്കേണ്ട എഫേർട്ടുകളോ എന്തൊക്കെ ആക്ഷൻസ് എടുക്കണോ അതും ചെയ്യാം. ഞാനൊരു ടിപ്പ് പോലെ പറഞ്ഞതേ ഉള്ളൂ. അപ്പം അതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാണ്. അങ്ങനെ എന്താണെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക, അതിൽ നമ്മൾ ഓൾറെഡി അത് ചെയ്യുന്നതായിട്ട് വിചാരിക്കുക. താനെ അത് സ്ലോലി ഗ്രാജുവലി അത് നമ്മളിലേക്ക് എത്തും. വീഡിയോയുടെ തുടക്കത്തിൽ ഒരു ദോശ ഉണ്ടാക്കുന്നത് കാണിച്ചായിരുന്നല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ ഗോതമ്പ് ദോശയാണ്, സ്പെഷ്യലൊന്നും അല്ല. പക്ഷേ എനിക്കത് ഒരുപാട് നൊസ്റ്റാൾജിക്കായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് ചെറുതായിരിക്കുമ്പോഴത്തേക്കും ചിക്കൻ ബോക്സ് വന്നായിരുന്നു. അപ്പോൾ എന്താ പറയുക, അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മമ്മിക്ക് വന്നു. അപ്പോൾ ഞങ്ങളുടെ വീട് ഒരു 2 നില വീടാണ്. അപ്പോൾ മേളത്തെ ബെഡ്റൂമിൽ മമ്മിയെ താഴോട്ട്, പപ്പായ്ക്ക് വന്നില്ല, അപ്പോൾ താഴോട്ട് വരാൻ സമ്മതിക്കാതെ മേളിൽ തന്നെയായിരുന്നു. അപ്പം ഞങ്ങളുടെ കുക്ക്, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ ഹെൽപ്പ് ചെയ്യുന്ന ആളൊരു മെയിലാണ്. അപ്പോൾ മമ്മി കിച്ചണിലേക്ക് വരാത്തതുകൊണ്ട് ഈ പപ്പായും ഈ പുള്ളിയും കൂടെ ചേർന്നിട്ട് ഓരോന്ന് കുക്ക് ചെയ്യും. അതിൽ മെയിനായിട്ട് ഗോതമ്പ് ദോശയാണ്. ഗോതമ്പ് ദോശയും മാങ്ങ വെച്ച ചമ്മന്തിയും. അപ്പം ഞാൻ ഈ ചെയ്തേക്കുന്ന മാങ്ങ വെച്ച ചമ്മന്തിയാണ്. സാധാരണ പച്ചമുളക് വെച്ചാണ് ചെയ്യുന്നത്, ഞാനിവിടെ ചുവന്ന മുളക് വെച്ച് ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ ഈ ചിക്കൻ ബോക്സ് ആയിരിക്കുമ്പോൾ നമ്മൾക്ക് ഈ ഉപ്പും എരിവൊന്നും തരലല്ലോ. ഈ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് മതിയായിട്ട് പിന്നെ എൻ്റെ മാറിയപ്പോഴത്തേക്ക് ഈ ഗോതമ്പ് ദോശയും മാങ്ങ ചമ്മന്തിയൊക്കെ കഴിക്കുമ്പം ഭയങ്കര ഒരു ടേസ്റ്റ് തോന്നിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊരു നൊസ്റ്റാൾജിക്കായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറി. അപ്പം മമ്മി ഉണ്ടാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട് ഭയങ്കര ടേസ്റ്റുള്ളത്, പക്ഷേ ഇതൊരു വേറെ തന്നെ ഒരു അനുഭവമായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കാറുണ്ട്, ഗോതമ്പ് ദോശയും മാങ്ങാ ചമ്മന്തിയും. നിങ്ങളൊക്കെ അത് കഴിക്കുമോ, അല്ലെങ്കിൽ ഇഷ്ടമാണോ, അങ്ങനെ ഒരു കോമ്പിനേഷൻ എക്സിസ്റ്റിംഗ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ഫീലാണ്. അതുകൊണ്ട് ജസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ വീഡിയോ എടുത്തതേ ഉള്ളൂ. ഇപ്രാവശ്യം ക്രിസ്മസ് ട്രീ ഇട്ടതും ലേറ്റാണ്, പിന്നെ അത് റിമൂവ് ചെയ്തതും ലേറ്റാണ്. പക്ഷേ ഇതിലും നേരത്തെ എടുത്തായിരുന്നു. ഞാനിപ്പോൾ ഇത് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഇച്ചിരി ലേറ്റായി. കുറച്ച് ദിവസം മുന്നേ എല്ലാം റിമൂവ് ചെയ്തു. പക്ഷേ ഞാനത് ഇങ്ങനെ റിമൂവ് ചെയ്തപ്പോൾ വീഡിയോ എടുത്തായിരുന്നു. അപ്പോൾ അതും കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ ഗാർഡനും ഭയങ്കര മോശമായിട്ടിരിക്കുകയാണ്. ലോൺ മാത്രമേ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നുണ്ട്. ചെടിക്കകത്തൊക്കെ കുറേ പുല്ലൊക്കെ വളർന്നിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ കുറേ ദിവസമായി. എനിക്ക് പറ്റുമ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് എടുക്കും. ഇനിയിപ്പോൾ ആളെ വെച്ചിട്ട് അത് ഫുള്ള് ചെയ്യണം. പിന്നെ എല്ലാ വർഷവും നമ്മൾ ഈ കുറേ ചട്ടിയുണ്ട് ഇവിടെ, ഒരു 100ന് മേളിലുണ്ട് ചട്ടികൾ. അതൊക്കെ ഇങ്ങനെ എല്ലാ വർഷവും റീപ്പോർട്ട് ചെയ്യാറുള്ളതാണ്. ഇപ്പോൾ പക്ഷേ കുറേ കാലമായി ചെയ്തിട്ട് അതും റിപ്പോർട്ട് ചെയ്ത് ചെടിയൊക്കെ ട്രിം ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്ത് അതിൻ്റെ മാനൂർ വളമൊക്കെ ഇട്ട് കൊടുക്കണം. അതൊക്കെ ഇനിയൊന്ന് ചെയ്യണം. കുറേ നാളെ ഇതിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല പല കാര്യങ്ങൾ കൊണ്ടും.
അപ്പോൾ നിങ്ങൾ എവിടെ നിന്നൊക്കെയാണ് വീഡിയോ കാണുന്നത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ വലിയ സന്തോഷമായിരുന്നേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ പുതുതായിട്ട് വീണ്ടും തുടങ്ങിയൊരു ചാനലാണ്. അത് ഈ വർഷം എങ്ങനെയും ഒന്ന് മോണിറ്റൈസ് ആക്കി എടുക്കണമെന്നുണ്ട്. അതിന് എല്ലാവരും കൂടെ എന്നെ സഹായിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അതിന് സബ്സ്ക്രൈബ് ചെയ്താണ് സഹായിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പറഞ്ഞ കാര്യം മറക്കണ്ട, ഈ വർഷത്തേക്കുള്ള വേർഡ് എന്താണെന്ന്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ സെൽഫ് ലവ്, അതുപോലെ ഒരു വേർഡ് എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ ആഗ്രഹം, എന്താണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. വീണ്ടും പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും സന്തോഷമായിരിക്കുക. ഒരുപാട് സ്നേഹത്തോടെ. ബൈ.